പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം. നീ അവനും അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇയ്യോബിനെക്കുറിച്ച് സാത്താൻ ദൈവസന്നിധിയിൽ പറഞ്ഞ ഹല്ലേലൂയ ഒരു കാര്യമത്രേ നാം ചിന്തിച്ച ഈ ഒരു വാക്യം. ദൈവത്തോട് ചോദിക്കുന്നു, ദൈവമേ, നീ ഇയ്യോബിനും അവന് ചുറ്റിനും അവനുള്ള സകലത്തിൻ്റെ ചുറ്റിനും വേലി കെട്ടി നീ അവനെ സൂക്ഷിച്ചിരിക്കുന്നു. അവൻ ചുമ്മാതല്ല ഭക്തനായിരിക്കുന്നത്. ദൈവത്തെ ഭയപ്പെട്ട് കർത്താവിൻ്റെ നാമത്തെ അവൻ ഉയർത്താനുള്ള കാരണം അവനുള്ള സകലത്തിനു ചുറ്റിനും നീ ഒരു വേലി കെട്ടി അവനെ പരിപാലിച്ചിരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിലും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിനക്ക് ചുറ്റും വേലി കെട്ടി സൂക്ഷിക്കുന്നവനത്രേ നമ്മുടെ കർത്താവ്. ഒരു അന്ധകാര ശക്തിയും ഒരു പൈശാചിക നുഖങ്ങളും നമ്മെ തൊടാത്തവണ്ണം നമുക്ക് ചുറ്റും വേലി കെട്ടി നമ്മെ പരിപാലിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. നമുക്ക് ചുറ്റും വേലി, കർത്താവിൻ്റെ സുരക്ഷയുടെ വേലിയുണ്ട്. ഈ രാവിലെ സമയത്ത് വചനം കേൾക്കുന്ന നമ്മെക്കുറിച്ചും കർത്താവിൻ്റെ ആഗ്രഹം അതാ. ഒരു അന്ധകാര ശക്തിയും തൊടാത്തവണ്ണം, ഒരു പ്രലോഭനത്തിലും നാം അകപ്പെടാത്തവണ്ണം അവൻ നമ്മെ സൂക്ഷിക്കും. നാം രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ തിരുവചനം പറയുന്നു, അവൻ രക്ഷയുടെ മതിൽ നമുക്കുണ്ടാക്കും. യെശയ്യാപ്രവചനം 26-ാം അധ്യായത്തിന് 1-ാം വാക്യം പറയുന്നു, നമുക്ക് ബലമുള്ളൊരു പട്ടണം ഉണ്ട്, അവൻ രക്ഷയെ മതിലുകളും കൊത്തളങ്ങളും ആക്കി വയ്ക്കുന്നു. ഹല്ലേലൂയ. അവൻ രക്ഷയെ മതിലാക്കി വയ്ക്കുന്നു. രക്ഷയുടെ മതിലിനകത്താണ് നാം സുരക്ഷിതമായിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ഹല്ലേലൂയ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ ഉയർത്തുവാൻ, ദൈവിക സാക്ഷിയായി തീരുവാൻ ദൈവം ഹല്ലേലൂയ ശക്തി നൽകും, ബലം നൽകും. നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ മറ്റാരെയും പേടിക്കാതെ നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ അവൻ ബലം നൽകും. അതാ ദൈവമക്കളുടെ പ്രത്യേകത. പലരും പേടിച്ച് ദൈവത്തെ ആരാധിക്കാതിരിക്കുമ്പോൾ ഇതാ രക്ഷയുടെ മതിലുകൾ കർത്താവ് നമുക്ക് ഉണ്ടാക്കി തരുമ്പോൾ അതിൻ്റെ നടുവിൽ സന്തോഷമുണ്ട്, രക്ഷയുടെ സന്തോഷമുണ്ട്, രക്ഷയുടെ സമാധാനമുണ്ട്, അവിടെ ആരാധനയുണ്ട്, ദൈവിക സ്തുതിയുണ്ട്. ഹല്ലേലൂയ. വീണ്ടും നാം തിരുവചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു ദൈവ പൈതലിന് ചുറ്റിനും പ്രാർത്ഥനയുടെ മതിൽ തീർക്കാൻ നമുക്ക് സാധിക്കും. പ്രാർത്ഥനയ്ക്ക് ഒരു മതിലായി തീരാൻ സാധിക്കും. ദൈവം നശിപ്പിക്കാത്തവണ്ണം, ലോകം നശിപ്പിക്കാത്തവണ്ണം നാശത്തിൽ നിന്ന് വിടുവിക്കുന്നത് പ്രാർത്ഥനയുടെ മതിലാണ്. അതുകൊണ്ട് ഹല്ലേലൂയ ഇതാ എസെക്കിയേൽ പ്രവചനം 22-ാം അധ്യായം 30-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ ഹല്ലേലൂയ അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു. ഹല്ലേലൂയ. ഞാൻ ദേശത്തെ നശിപ്പിക്കാത്തവണ്ണം ഞാൻ അതിനു ചുറ്റും പ്രാർത്ഥനയുടെ മതിൽ കെട്ടുകയാണ്. ഒരു ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ പ്രിയരെ നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുകയാണ്. സോദോം ഗോമോറയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ അബ്രഹാം ഇടിവിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറായി. അതുപോലെ ദൈവം പറയുന്നു, ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ നീ തയ്യാറാണോ? നിൻ്റെ ദേശത്തെ നശിപ്പിക്കാത്തവണ്ണം, നീ പാർക്കുന്ന ആ ഭവനത്തെ നശിപ്പിക്കാത്തവണ്ണം, ആ ഗ്രാമത്തെ നശിപ്പിക്കാത്തവണ്ണം, ആ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ, ആ കുടുംബത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം നിന്നെ ആക്കിയിരിക്കുന്നു. പ്രിയരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ മതിൽ പോലെയായി തീരുവാൻ സാധിക്കും. ശത്രു അകത്തു കയറാത്തവണ്ണം, അന്ധകാരങ്ങൾ തൊടാത്തവണ്ണം ദൈവജനത്തെ പരിപാലിക്കുന്ന പ്രാർത്ഥനയുടെ മതിൽ ഇന്ന് പകൽക്കാലവും നമുക്ക് തീർക്കാം. നമ്മുടെ വായിലെ വാക്കിന് ശക്തിയുണ്ട്. നമ്മുടെ വായിലെ ഹല്ലേലൂയ വാക്കുകൾക്ക് വലിയ മതിൽ പോലെ നിൽക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. വീണ്ടും തിരുവചനത്തിൽ ഇങ്ങനെയുണ്ട്, ഹല്ലേലൂയ, യെരുശലേം പട്ടണത്തെ നോക്കിക്കൊണ്ട് ലോകം പറഞ്ഞു കാണും, ഈ പട്ടണത്തിന് മതിലില്ല, ആർക്കും കയറി എന്തും ചെയ്യാം, ആർക്കും എന്തും ചെയ്യാം എന്ന് പറയുമ്പോൾ
കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, ഞാൻ ഇവർക്ക് ചുറ്റും തീയുടെ മതിലായിരിക്കും. സക്കറിയ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 4ഉം 5ഉം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ദുഷ്ടൻ്റെ സകല അമ്പുകളെയും ചാരമാക്കേണ്ടതിന് അവൻ നമുക്ക് ചുറ്റും തീ മതിലത്രേ. ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, ശത്രുവിൻ്റെ അസ്ത്രങ്ങളെ തടുക്കുന്ന തീയാണ്. അതുകൊണ്ടിതാ നമുക്ക് ചുറ്റും കോട്ടയായി നിൽക്കുന്നത് കർത്താവിൻ്റെ മഹത്വം അത്രേ. ഒരു ദൈവ പൈതലിനെ തൻ്റെ മഹത്വം കൊണ്ട് അവൻ പൊതിയും. തൻ്റെ മഹത്വം ഒരു തീമതിലായിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു തീമതിലായിരിക്കും. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നാം കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ കൊടുക്കുമ്പോൾ നമ്മെ തകർക്കാൻ, നമ്മെ ഇല്ലായ്മ ചെയ്യാൻ ദൈവം ഒരു ശക്തിയെയും അനുവദിക്കത്തില്ല. അവൻ നമുക്ക് ചുറ്റും തീയുടെ മതിലായിത്തീരും. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നമുക്ക് ചുറ്റും രക്ഷയുടെ മതിൽ, പ്രാർത്ഥനയുടെ മതിൽ, തീയുടെ മതിൽ ഉണ്ടാക്കുന്ന ദൈവമത്രേ. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ഒരു ഉറപ്പ് നമുക്ക് വേണം. നാം ഒരു ദൈവ പൈതലെന്ന്, നമ്മെ വീണ്ടും ജനിപ്പിക്കപ്പെട്ടെന്ന്, കർത്താവിൻ്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയെന്ന് നമുക്കൊരു ഉറപ്പുണ്ടോ? നമുക്ക് ചുറ്റും കർത്താവ് ഒരു മതിലുണ്ടാക്കും. ഹല്ലേലൂയ. നാം നമ്മെ തന്നെയും ഇതോടൊപ്പം സൂക്ഷിക്കണം. ആത്മസംയമനം ഇല്ലാത്ത മനുഷ്യൻ, ഹല്ലേലൂയ, മതിൽ പൊളിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാണ്. അതിൻ്റെ അർത്ഥം ഏത് ശത്രുവിനും ഏത് അന്ധകാരത്തിനും കയറി വരാൻ സാധിക്കും. നമുക്കും ജഡത്തിൻ്റെ എല്ലാ സ്വഭാവത്തെയും കർത്താവിൻ്റെ നാമത്തിൽ ജയിക്കാം. ഹല്ലേലൂയ. കർത്താവ് തരുന്ന ആ ആത്മാവിൻ്റെ ഫലമായ ആത്മസംയമനത്താൽ നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. അവൻ നമുക്ക് ചുറ്റും തീമതിലായിരിക്കട്ടെ, പ്രാർത്ഥനയുടെ മതിലായിരിക്കട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ അങ്ങനെ ബലപ്പെടുത്തുന്നതിനാൽ സ്തോത്രം. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.